ഒരു പ്രധാനപ്പെട്ട ദൃശ്യം കണ്ണൻ നായർ നമ്മളെ കാണിക്കും. തിരുവല്ല ചെങ്ങന്നൂർ അപ്പർ കുട്ടനാട് മേഖലയിലായിരുന്നു നേരത്തെ കണ്ണൻ ഉണ്ടായത്. മേഖലയിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം മുൻപ് കണ്ണൻ കാണിച്ചതാണ്. അവിടെ ഇനിയും വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ നിന്ന് ചിലരെയൊക്കെ പുറത്തേക്ക് എത്തിക്കുകയാണ്. കണ്ണൻ, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, വാർത്തകൾ? ശ്രീജ, തിരുവല്ല ചക്കുളം ഭാഗത്ത് ഒട്ടേറെ ആൾക്കാർ പല വീടുകളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചക്കുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടുത്തെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ നടത്തുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ഏക യാത്രാമാർഗം, അത് ആംബുലൻസ് ആയാലും ബസ് ആയാലും സ്കൂട്ടറായാലും ഓട്ടോറിക്ഷ ആയാലും അതിൻ്റെ എല്ലാ ഏക യാത്രാമാർഗ്ഗം ഇപ്പോൾ ട്രാക്ടറാണ്. ആ ട്രാക്ടറിൽ കയറ്റി ഈ രോഗികളായിട്ടുള്ള ആൾക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ വലിയ കസേരയിലിരുത്തി രോഗിയായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രദേശവാസികളായിട്ടുള്ള യുവാക്കളുടെ സഹായത്തോടു കൂടി ഈ രോഗമുള്ള ഒരു സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു ദൃശ്യമാണിത്. തലവടിയായാലും ചക്കുളമായാലും ചമ്പക്കുളം, മങ്കോമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു സ്ഥിതിയാണ് ഉള്ളത്. പല ആൾക്കാർ ഈ രാവിലെ സംസാരിക്കുമ്പോൾ രോഗികളായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ സാധിച്ചു. അവർ ഇന്നലെ ആശുപത്രിയിൽ പോയി അവിടെ അഡ്മിറ്റായി. അതിനുശേഷം തിരിച്ച് അവർ നേരെ വീടുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി രാവിലെ കാണാൻ സാധിച്ചു. അതിന് സമാനമായിട്ടുള്ള ഈ കിടപ്പ് രോഗികളാണ്. അവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു പ്രയത്നമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ സഹായത്തോടു കൂടി നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം വാഹനങ്ങളുടെ ഒരു സഹായവും ഇപ്പോൾ ഈ പ്രദേശത്ത് ട്രാക്ടറിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ രോഗിയായിട്ടുള്ള ഒരു അമ്മയെ നേരെ കസേരയിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമീപത്ത് ഒരു 4-5 കിലോമീറ്റർ അകലേക്ക് പോകുമ്പോൾ ഒരു പ്രാദേശികമായിട്ടൊരു ആശുപത്രിയുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിപ്പോൾ നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകാം. അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിൽ ഈ ചക്കുളം ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. ആ അമ്മയെ സുരക്ഷിത സ്ഥാനത്തേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. സമീപത്ത് ഒരു ആശുപത്രിയുണ്ട്. സമീപത്ത് ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കുറച്ച് ദിവസങ്ങളായി രോഗം ബാധിച്ച് കഴിയുന്ന ഒരു വീട്ടമ്മയാണ്. അവരെ നേരത്തെ വലിയ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അല്പം വെള്ളം, ചെറിയ രീതിയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ വെള്ളം മാറിയെന്ന് പറയാൻ സാധിക്കില്ല. ചെറിയ രീതിയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അമ്മയെ സുരക്ഷിതമായി ഈ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ. എന്തായാലും ആ വീട്ടിൽ നിന്ന് കസേരയിൽ എടുത്ത് വെള്ളം നീന്തി ഇപ്പോൾ ഈ ട്രാക്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമുക്ക് ഇതിന് സമാനമായ അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ, അപ്പർ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഏക യാത്രാമാർഗ്ഗം തിരുവല്ല റോഡിൽ ചക്കുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ മേഖലയിൽ ആകെ ഇതാണ് അവസ്ഥ. വെള്ളം താഴുമെന്ന പ്രതീക്ഷയിലൊക്കെ കുറച്ച് സമയമൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷേ രോഗബാധിതരാണെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പോൾ അവിടെ ഒരേ ഒരു ഗതാഗത സംവിധാനമേ ഉള്ളൂ, അത് ട്രാക്ടറാണ്. ആ ദൃശ്യങ്ങളാണ് കാണാൻ കാണിച്ചു തന്നത്.